കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കഴിഞ്ഞ ഒത്തിരി നാളുകളായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ടൂൾസുകളും പറയുന്നത് കേട്ടിട്ട് ഒത്തിരി പേര് അത് അവരുടെ വീട്ടിലേക്കും അവരുടെ സ്ഥാപനത്തിലേക്കും അത് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇന്ന കണക്കിലുള്ള മാറ്റങ്ങളുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളില്ലാതിരുന്ന ഞങ്ങൾക്ക് ഒരു കുഞ്ഞായി, വീടില്ലാത്ത ഞങ്ങൾക്ക് വീടായി, തൊഴിൽ കിട്ടി, ഗവൺമെൻറ് ജോലി കിട്ടി, അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ഈ ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടി ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. നല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു 10 ടൂൾസ്, ഫെങ്ഷുയിൽ ഉപയോഗിക്കുന്ന ഒരു 10 ടൂൾസും അവയുടെ സ്ഥലങ്ങളും അത് എങ്ങനെ വെക്കണം എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഇതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, നമുക്ക് ലാഫിൻ ബുദ്ധ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് മോഡലുണ്ട്. അതിൽ ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നൊരു ബുദ്ധയുണ്ട്. ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ട്രാവലിംഗ് ബുദ്ധയാണ്. അപ്പോൾ നേരത്തെ എൻ്റെ പ്രോഗ്രാം കണ്ടുള്ളവർക്ക് അറിയാം, ഞാൻ ഇരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ സൈഡിലിരിക്കുന്ന ബുദ്ധ ട്രാവലിംഗ് ബുദ്ധയാണ്. അപ്പോൾ വളരെ പ്രോസ്പെരിറ്റി ഉള്ളൊരു ബുദ്ധയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ വീടുകളിലും ആ ബുദ്ധ തന്നെയാണ് വെക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാവലിംഗ് ബുദ്ധ എങ്ങനെയാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാദം മുന്നോട്ടും ഒരു പാദം പിന്നോട്ടുമാണ് ഈ സ്റ്റാച്ചുവിൽ ഇരിക്കുന്നത്. അതായത് നടക്കുന്ന ഒരു രീതിയാണ് ഇതിന്. അപ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ലാഫിൻ ബുദ്ധ നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നു. അപ്പോൾ ആ പ്രോസ്പെരിറ്റി എല്ലാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ഹാപ്പി മാൻ എപ്പോഴും വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു സന്തോഷവും സമ്പത്തും സൗഭാഗ്യങ്ങളും എല്ലാമായിട്ട് ഒരു ലാഫിൻ ബുദ്ധ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന രീതിയിൽ പ്രധാന വാതിലിനകത്ത് കയറിയിട്ട് വാതിലിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ ഒരു 4 അടി ഹൈറ്റിൽ ഒരു സ്റ്റാൻഡ് അടിച്ച് അതിനകത്ത് ലാഫിൻ ബുദ്ധ വെക്കുന്നത് വളരെയധികം പോസിറ്റീവുള്ള എനർജി നിങ്ങളുടെ വീട്ടിൽ തരും. അപ്പോൾ ലാഫിൻ ബുദ്ധ നിങ്ങൾക്ക് അങ്ങനെ വയ്ക്കാം. അടുത്തതായിട്ട് പക്വ മിറർ അല്ലെങ്കിൽ പക്വ കണ്ണാടി. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അത് നമ്മളെയോ നമ്മുടെ വീടിനെയോ ബാധിക്കാതിരിക്കാനായിട്ട് പ്രധാന വാതിലിൻ്റെ വെളിയിൽ മെയിൻ ഡോറിന് മുകളിൽ ഒരു 8 ദിക്കുകളും മധ്യത്ത് ഒരു കണ്ണാടിയുമുള്ള ഒരു പക്വ മിറർ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾസ് ഫംഗ്ഷനിലുണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ച് വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ വെളിയിൽ വെക്കുന്നത് ഒത്തിരി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും 8 ദിക്കിൻ്റെ സംരക്ഷണം കിട്ടാനും നെഗറ്റീവ് എനർജികളെ ഒഴിവാക്കാനും പക്വ കണ്ണാടി നിങ്ങളെ സഹായിക്കും. അടുത്തത് വാട്ടർഫാൾസ്. ഇപ്പോഴത്തെ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ഒരു ചിത്രമാണ്. ഒരു ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്ന ഒരു ചിത്രം, ഒരു വാട്ടർഫാൾസിൻ്റെ ചിത്രം. അത് വാങ്ങിച്ച് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വയ്ക്കൂ. നിങ്ങളുടെ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടാവും, അല്ലെങ്കിൽ തൊഴിൽ കിട്ടാനുള്ളവർക്ക് തൊഴിൽ കിട്ടും, അല്ലെങ്കിൽ തൊഴിലുള്ളവർക്ക് അതിൽ പ്രൊമോഷൻ, അങ്ങനെ തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവാനായിട്ട് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രം വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. അടുത്തത് 3 legged ഫ്രോഗ്, അതായത് 3 കാലുകളുള്ള തവള, മുക്കാലി തവള എന്ന് പറയും. ഇതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിനും കൂടെ വെക്കണം. അതിൻ്റെ ഒരു സൈഡിൽ 4 ചൈനീസ് ലെറ്ററും ഒരു സൈഡിൽ ഒരു ഡ്രാഗണും ഫീനിക്സും കൂടെയുള്ള ചിത്രവുമാണ്. ഇത് ഈ മുക്കാലി തവള പ്രധാന വാതിലിൽ നിന്ന് വീടിന് ഉള്ളിലോട്ട് നോക്കി ചുണ്ടിൽ ചൈനീസ് കോയിനും വെച്ച് വെക്കുന്നത് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് സമ്പത്തിൻ്റെ ഒരു തവള നമ്മുടെ വീടിനുള്ളിലേക്ക് വരാനായിട്ടും സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ടും ഈ മുക്കാലി തവള നിങ്ങളെ സഹായിക്കും. അടുത്തത് അരോന ഫിഷ്. ഇപ്പോൾ ചിലർ അരോന ഫിഷ് വാങ്ങിച്ചിട്ട് എൻ്റെ വീട്ടിൽ അരോനയുണ്ട്. ഇപ്പോൾ ഒത്തിരി കോളുകൾ എനിക്ക് വരുന്നുണ്ട്. ഈ ഞാൻ ഒത്തിരി ആൾക്കാർ ഞാൻ ഈ അക്വേറിയം അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം അക്വേറിയം വാങ്ങിച്ചു അല്ലെങ്കിൽ അരോന വാങ്ങിച്ചു എവിടെ വെക്കട്ടെന്ന് ചോദിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. അത് അക്വേറിയത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് നോർത്താണ്. 5 എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് ഫെങ്ഷു ബാലൻസ് ചെയ്യുന്നത്. ഇതിൽ പഞ്ചഭൂതങ്ങളാണ്. ഇതിൽ 1 വാട്ടർ എലമെൻ്റ് ആണ്. ഇത് ഈ 8 ദിക്കും ബ്രഹ്മസ്ഥാനവുമായി 9 എലമെൻറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഫെങ്ഷുയുടെ തിയറി. അപ്പോൾ നോർത്ത് ഭാഗത്താണ് വാട്ടർ എലമെൻ്റ് വരുന്നത്. അപ്പം വാട്ടർ വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് വീടിനുള്ളിൽ വടക്ക് ഭാഗത്താണ്. അപ്പോൾ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് നമുക്ക് അക്വേറിയവും അരോനയും വെക്കാം. അതുപോലെ തന്നെ അരോനയുടെ സ്റ്റാച്ചു മാത്രമാണെങ്കിലും വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെക്കുന്നത്, സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് വെക്കുന്നത് നമുക്ക് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ടൂൾസാണ്. അടുത്തത് ഹോഴ്സ്, വിക്ടറി ഹോഴ്സ്.
അപ്പോൾ നമുക്ക് 2 കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു കുതിരയുടെ സ്റ്റാച്ചു നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പം ഇത് വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിരയാണ് നമ്മൾ അതുകൊണ്ട് ഇത് സിംബോളിക്കായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ മെയിൻ ഡോറിൽ നിന്ന് വീടിനുള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒരു വിക്ടറി ഹോഴ്സ് വെക്കുന്നത് നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും വിജയം ഉണ്ടാവാനും നമ്മൾ എപ്പോഴും നല്ല ആക്റ്റീവായിട്ട് നിൽക്കാനും വിക്ടറി ഹോഴ്സ് നിങ്ങൾക്ക് സഹായിക്കും. ഇത് എവിടെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ പ്രധാന വാതിലിൽ നിന്ന് നമ്മൾ വീടിനുള്ളിലേക്ക് എങ്ങനെ കയറുന്നു അതുപോലെ കുതിര വീടിനുള്ളിലേക്ക് കയറുന്ന രീതിയിൽ സ്വീകരണ മുറിക്ക് അകത്ത് പ്രധാന വാതിൽ നിന്ന് ഉള്ളിലോട്ട് നോക്കി വെക്കുക. അടുത്തത് ഫുക്ക് ലുക്ക് സൗ. ഇത് 3 ദിവ്യന്മാരാണ്. ഫുക്ക് ലുക്ക് സൗ. സന്തോഷം, സമ്പത്ത്, സമാധാനം, ദീർഘായുസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് 3 ദിവ്യന്മാർ നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ നിങ്ങളുടെ ഡൈനിങ് ഹാളിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് വയ്ക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തത് ക്രിസ്റ്റൽ ബോൾ. അതായത് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാവാനും വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ പഠിക്കാനും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പഠിച്ച് വിജയങ്ങൾ നേടാനുമൊക്കെ ക്രിസ്റ്റൽ ബോൾസ് നിങ്ങളെ സഹായിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കായിട്ട് കണക്കാക്കുന്നത്. ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ഫെങ്ഷു പ്രകാരം വിദ്യാഭ്യാസത്തിൻ്റെ ദിക്കാണ്. ആ ഭാഗത്ത് നിങ്ങൾക്ക് 8 ക്രിസ്റ്റൽ ബോൾ, അതിപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾക്ക് വെക്കാൻ പറ്റിയില്ലെങ്കിൽ സ്വീകരണ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു പ്ലേറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു നൂലിലോ 8 ക്രിസ്റ്റൽ ബോളുകൾ ആ ഭാഗത്ത് ഹാങ് ചെയ്യുകയോ അതല്ലെങ്കിൽ അവിടെ ഒരു പാത്രത്തിൽ വെക്കുകയോ ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ഉയർച്ച ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂൾസാണ് 8 ക്രിസ്റ്റൽ ബോൾസ്, സ്ഫടിക ബോളുകൾ. അത് കഴിഞ്ഞിട്ട് വിഷ് ടർട്ടിൽ. ഇപ്പം ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എൻ്റെ വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു വസ്തു വിറ്റ് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഒരു വണ്ടി വാങ്ങണം. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട്, അത് സാധിക്കാനായിട്ട് ഫെങ്ഷുയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് പറയാവുന്ന ഒരു ഉത്തരവെന്ന് പറയുന്നത്, നിങ്ങളൊരു മെറ്റൽ ടോട്ടോയ്സ് വാങ്ങിച്ചിട്ട് അതിനകത്ത് വിഷ് എഴുതി വയ്ക്കൂ, നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഒരുപാട് റിസൾട്ടുകളും പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ത് തന്നെ ആഗ്രഹമായിക്കോട്ടെ, നിങ്ങൾ പൂർണ്ണ ആഗ്രഹത്തോടുകൂടി സാധിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഒരു വെള്ള പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് അതിനകത്ത് ഒരു റെഡ് ഇങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോട് പ്രപഞ്ചശക്തികളോട് നന്ദി പറയുന്നു എന്ന് എഴുതി അതിനകത്ത് വെച്ച് നോക്കൂ, അത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപാട് പേര് ഇത് റിസൾട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് വെക്കേണ്ടത് സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ച് അതിനകത്ത് വെക്കണം ആമയെ. അതല്ലെങ്കിൽ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്ത് അത് തലകീഴായി തൂക്കിയിടാം. ബെഡ്റൂമിലാണെങ്കിൽ വെള്ളം വേണ്ട. അടുത്ത 10ാമത്തത് ഇപ്പം നമുക്കറിയാം, ഇപ്പം ഫെങ്ഷുയി അറിയാവുന്നവരും അറിഞ്ഞുകൂടാത്തവരും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രധാന ടൂൾസാണ് വിൻചെയിം. വിൻചെയിം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പൈപ്പുകൾക്ക് പല നമ്പേഴ്സ് ഉണ്ട്. 7 പൈപ്പുണ്ട്, 6 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ പല പൈപ്പുകളുടെ എണ്ണം വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രോസ്പെരിറ്റി ആയിട്ടുള്ളത് 6 പൈപ്പാണ്. അപ്പോൾ 6 പൈപ്പുകളുള്ളൊരു വിൻചെയിം വാങ്ങിച്ച് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നോർത്ത് സൈഡിൽ നിങ്ങൾ ഹാങ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വർധനവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫെങ്ഷുയിൽ ഉപയോഗിക്കാവുന്ന ഒരു 10 പ്രധാന ടൂൾസുകൾ ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നും നിങ്ങൾ വാങ്ങിച്ച് വെച്ച് നിങ്ങൾ ഓരോന്ന് പരീക്ഷിച്ച് നോക്കൂ. അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.